ഇന്നത്തെ ടോപ്പിക്? പ്രത്യേകിച്ച് നമ്മൾ ടോപ്പിക് ഒന്നും എടുത്തിട്ടില്ല. സംസാരിച്ച് എന്തെങ്കിലും തുടങ്ങാന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. എവിടുന്ന് വരുന്നു? ഇപ്പം വീട്ടിൽ നിന്ന് വരുന്നു. ഓക്കെ, നമ്മള് പോന്നു വെച്ചാൽ അതറിയില്ല. നമ്മൾ തുടങ്ങിയ പ്രോഗ്രാമിന്റെ 2ാമത്തെ ദിവസത്തെ ഷൂട്ടിംഗ് ആണ്. അപ്പം ആദ്യത്തെ എപ്പിസോഡ് മാത്രം ഒന്ന് ചെയ്തു നോക്കി. ഇതുവരെ കാര്യമായിട്ടൊരു വ്യൂവേഴ്സ് കൂടുന്നില്ല. സോ അപ്പോൾ ഈ മലയാളത്തിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നോക്കാം. ഒന്നാമത് ഇതൊരു ഫോർമലായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആർക്കും ഇൻട്രസ്റ്റ് വരുന്നില്ല അല്ലേ? അത് മാത്രമല്ല, ഇതിലിപ്പം സാറ് പറയുന്നത് ഒരു എംപ്ലോയർ പെർസ്പെക്റ്റീവിലാണ്. ഒരു എംപ്ലോയർ അല്ല, അതല്ല, നമുക്കിപ്പോ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള സ്ഥിതിക്ക് ഇവർക്ക് ആർക്കായാലും ശരി ഇത് കാണാനുള്ളൊരു ക്ഷമ അത് പെട്ടെന്ന് ഉണ്ടായെന്ന് വരത്തില്ല. ഇല്ല, പിന്നല്ലേ ഇത് എംപ്ലോയർ ആണോ സംസാരിക്കുന്നത്, എംപ്ലോയി ആണോ സംസാരിക്കുന്നത്, അത് വേറെ ആരെങ്കിലും ആണോ സംസാരിക്കുന്നുള്ളത് വരും. അത് പ്രത്യേകിച്ച് ഫോമൽ ആകുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഒരു എന്റർടൈനർ പോലെ നമുക്ക് എന്തായാലും ഇതുപോലത്തെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കുറച്ച് എന്റർടൈൻമെന്റ് നമുക്ക് ഇടാൻ പറ്റിയാലും, പ്രത്യേകിച്ച് ഇപ്പൊ ലോക്കൽ ലാംഗ്വേജിന്റെ ഒരു ഇൻഫ്ലുവൻസ് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്താണ് പറയുന്നത് എന്നുള്ളത് കുറച്ചുകൂടെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാം. ഏജിസിന് എന്തായാലും ഇങ്ങനത്തെ ഒരു പ്രസന്റേഷനിൽ മുൻപ് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. എന്ത് തോന്നുന്നു? എക്സൈറ്റഡ് ആണ്. സോ ഒരു ഫസ്റ്റ് ഒരു പെട്ടെന്നൊരു പ്ലാനിങ് ആയിരുന്നു ആൻഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അല്ല, ഏജിസിന് എനിക്ക് തോന്നുന്നു ഏജിസ് എന്നുള്ള പേരിനെക്കാട്ടിലും ഇപ്പം ഹിപ്സ്റ്ററിനാണ് ഏജിസിനെ കമന്റ് ബോക്സിലൊക്കെ എല്ലാവരും അറിയുന്നു. അതെ, പക്ഷെ ഒന്ന് പ്രൊമോട്ട് കൂടെ ചെയ്യണം. ഒരു കമന്റേ വന്നുള്ളൂ, പക്ഷെ കൂടുതൽ ആൾക്കാരൊന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കയറാം. ഞാൻ കുറെ പ്രതീക്ഷിച്ചു, കുറച്ച് എയറിലൊക്കെ കയറാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതിനുള്ളൊരു ഇത് കിട്ടുന്നില്ല. ഇല്ല സാറേ, നമുക്ക് നോക്കാം. ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമായിരിക്കില്ലേ? കിട്ടാതിരിക്കില്ല. ഓക്കെ, അപ്പം എന്താ ഇനി പറഞ്ഞു വരേണ്ടത്? നമുക്ക് നേരത്തെ ഇപ്പം സാറ് പറഞ്ഞതുപോലെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ വേണ്ട രീതിയിലുള്ള ഒരു റീച്ച് കിട്ടിയിട്ടില്ല. അത് സാർ പറഞ്ഞത് ശരിയാണ്, ഒരു ഫോർമൽ കണ്ടന്റ് ആണ്. അല്ല, ഇതിന്റെ ഉദ്ദേശം ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ലെന്നുള്ളതല്ല. അല്ല, അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറഞ്ഞതുമില്ല. ഫോർമൽ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഫോർമൽ ഓഫീസറായിട്ട് നമ്മളൊരു ഫോർമൽ പ്രസന്റേഷന് പോയി കഴിഞ്ഞാൽ താല്പര്യമുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. അതേസമയം 2 പാട്ടൊക്കെ പാടി കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കും. പക്ഷേ മിമിക്രി ചെയ്യുന്ന അല്ല, ഇത് ഈ ഇന്റർവ്യൂവിന്റെ സമയത്ത് പിന്നെ എന്തൊക്കെയോ സ്പെഷ്യൽ സ്കിൽസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ഈ റെസ്യൂംസ് ഒക്കെ നമുക്ക് വരും. അതിനകത്ത് പറയാൻ മറ്റേ ആഡ് ഓൺ ആയിട്ട് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ വർക്ക് ഓൺ എനി പ്രഷർ സിറ്റുവേഷൻ, എന്ത് കണ്ടീഷൻ, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ ഏജസ് എനിക്ക് തോന്നുന്നു മിമിക്രി, മോണോ ആക്ട്. അല്ല, എന്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഭയങ്കര താല്പര്യമാണ്, അതിനുവേണ്ടി ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്, പിന്നെ പടം വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞാളാ. അല്ലല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ട്, മാറ്റി പറയുന്നുണ്ട്. ഏജസിനകത്ത് അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ഇതുകൊണ്ട് നമുക്ക് കമ്പനിക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് വെച്ചിട്ടാണല്ലോ കൂടെ കൂട്ടിയത്. അല്ല, ഏജസ് അങ്ങനെ വിഷമിക്കണ്ട കേട്ടോ, കാരണം വേറെ മുതൽക്കൂട്ടുകളുണ്ട്. ഒരു പ്രസിദ്ധമായ ഒരു ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഈ കക്ഷി. ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പറഞ്ഞാൽ അറിയായിരിക്കും. അത് ഏത് സിനിമ? ഏത് സിനിമ? ഡിസ്ട്രിബ്യൂട്ടർ എന്നൊക്കെ പറയുമ്പോ പഴയ സിനിമ എടുത്ത് പുതിയ സിനിമയുടെ ലേബൽ ഇട്ടിട്ട് യൂട്യൂബിൽ വിറ്റോണ്ടിരുന്ന കക്ഷിയാണ് സാറേ. വെറുതെ 2016 നടന്ന കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് 2020? അത് അന്നത്തെ ഒരു സോഷ്യൽ സർവീസ്. പക്ഷെ എന്ന് വെച്ചാൽ അന്ന് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ശരിയാണ്, നമ്മളൊരു വേറൊരു കണ്ടന്റ് കാണിച്ചിട്ട് വേറൊരു ഇതിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നു. പക്ഷെ അതിനകത്ത് ഒരു നന്മയുണ്ട്. ആൾക്കാര് കാണാൻ പറ്റാതിരുന്ന സിനിമകൾ ആരും കാണാതെ തിയേറ്ററിൽ പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ആരും കാണാത്ത തിയേറ്ററിൽ നിന്ന് ഒരു വാഷ് ഔട്ട് ആയി പോയി. അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ. പക്ഷെ എന്താ പ്രശ്നം? അല്ല, പൊക്കിക്കൊണ്ട് പോകാന്ന് വെച്ചാൽ അന്നത്തെ പ്രൊഡ്യൂസർമാരൊന്നും ഇപ്പൊ കാണത്തില്ല. അല്ലല്ല, അങ്ങനെയല്ല. പ്രൊഡ്യൂസേഴ്സ് അല്ല, നമുക്ക് ഇപ്പൊ നമ്മൾ തന്നെ, ഞാൻ എന്റെ കാര്യം പറയാം. ഇപ്പൊ നമ്മളൊരു പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു സിനിമയുടെ ഇത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു തംബ്നെയിൽ കാണുമ്പോൾ
ഈ ഫുൾ മൂവി ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയതുള്ളൂ കാണാന്ന് വെച്ചാൽ നമ്മൾ എടുക്കും. പക്ഷെ അതിനകത്തൊരു പഴയ ഫിലിം ആയിരിക്കും, ആരും കാണാത്ത സിനിമയായിരിക്കും. പക്ഷെ ചിലരുണ്ട്, എല്ലാരും ചിലര് തെറി വിളിച്ചുകൊണ്ടിരിക്കും, എന്താണ് ഇട്ടേക്കുന്നത് അങ്ങനെയുള്ളത്. പക്ഷെ ചിലര് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഇടുന്നവരുണ്ട്. അവര് പറയും ഇറ്റ്സ് എ റിയലി ഫാന്റാസ്റ്റിക് മൂവി. സോ ചിലര് നമ്മളെ പുകഴ്ത്തി പറയും, ഇങ്ങനെ ഒരു മൂവി പ്രൊമോട്ട് ചെയ്യാൻ താങ്കൾ ഇങ്ങനെ ഒരു തമ്മിൽ ഇട്ട് പ്രൊമോട്ട് ചെയ്യാനാണെന്നാണ് അവരുടെ വിചാരം. അല്ല, ഇതിനകത്ത് പെട്ടുപോയ ഒരാള് ഞാനും ഉണ്ട്. പുതിയ സിനിമ പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കാണുമ്പോൾ ഹൾക്കിന്റെ സിനിമ ഡൗൺലോഡ് ചെയ്തിട്ട് അതിശയം കളിച്ചായിട്ട്. പക്ഷെ പൈറസിക്കാർക്ക് നല്ല പണിയും കൊടുത്ത. അല്ല, ഇത് ഒരു സിനിമയുണ്ട് കോലുമുട്ടായി എന്ന് പറഞ്ഞു, നല്ല സിനിമയായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, കണ്ടവരൊക്കെ പറഞ്ഞു നല്ല സിനിമയാണ്. അപ്ലോഡ് ചെയ്ത സിനിമ പോലും കാണാറില്ല. ആ സിനിമ ഞാൻ കൊടുത്തത് അന്ന് ഏതോ ഇറങ്ങിയ ഒരു പുതിയ സിനിമയുടെ ഒരു തംബ്നെയിലൊക്കെ വെച്ചിട്ട് ഇട്ടു. ഇപ്പം ആദ്യം വലിയ റീച്ച് ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ 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 നോക്കിയപ്പോൾ കുറെ കമന്റ്സ് ചെയ്യാൻ പറ്റും. അന്ന് ഈ മോണിറ്റൈസേഷൻ ഒന്നും അത്ര ഇതിലേക്ക് വന്നിട്ടില്ല. കമന്റ്സ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഒന്ന് കമന്റ് ചെയ്യും. ഇത് ചിലരൊക്കെ പച്ചത്തേറി വിളിക്കും, എന്താടാ കാണിച്ചു വെച്ചേക്കുന്നതൊക്കെ ചോദിച്ച് വിളിക്കും. പിന്നെ ചിലരും അത് നല്ല ഒരു ഇനിഷ്യേറ്റീവാണ്. കാര്യം ഇങ്ങനെ ഒരു മൂവി നല്ല മൂവിയാണ്, ഇങ്ങനെ ഒരു മൂവി പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയത് ഭയങ്കരമായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പോസിറ്റീവ് കമന്റ് ഇടും. അതാണ് എന്റെ ആറ്. ആ ഒരു മൂവി ഇട്ടിട്ട് എനിക്കൊരു 10-12,000. ആള് ചില്ലറക്കാരനൊന്നും അല്ല. ഇത് ഇപ്പം അത് ആ ബിസിനസ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബസ് മുതലാളിയായിരുന്നു. പറക്കുന്തളിയൊക്കെ എടുത്ത് ഇദ്ദേഹത്തിന്റെ കഥയിൽ നിന്നാണ്. അത് പിന്നെ ആ ഒരു പ്രായത്തിന്റെ തെളിപ്പ്. അപ്പൊ നമുക്ക് പിന്നെ നമ്മൾ ഓരോ ഇത് ഇങ്ങനെ വരുമ്പോൾ, ഓരോ ഫേസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ യഥാർത്ഥ ഇതെന്താന്ന് മനസ്സിലാക്കും. റിയാലിറ്റി ഇപ്പോഴത്തെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് ആ ഒരു റിയാലിറ്റിയുടെ പുറകെ ഞാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാവില്ല. അതാണ് ഇന്നിപ്പോഴത്തെ റിയാലിറ്റി. കാര്യം എന്ന് വെച്ചാൽ കൊറോണ സമയമായിരുന്നു. കൊറോണ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറകെ ആഗ്രഹമായിരുന്നു. ആ സമയം കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയ സമയം അപ്പം പോയി ഇതെടുത്തു, ഒരു ബസ് എടുത്തു. പക്ഷെ അതെടുത്തു പിറ്റേ മാസം തൊട്ട് ലോക്ക്ഡൌൺ ആയി. പിന്നെന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ അന്ന് ഒരു വാർത്ത കേൾക്കാനാ, ബസ് മുതലാളി ബസ്സിൽ തന്നെ തൂങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു ഇപ്പൊ സാറിന്റെ കൂടെ. ഇത് മുക്കാനുള്ള പരിപാടി. എനിക്ക് അതേ ഉള്ളൂ പേടി. അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? അല്ല, പുള്ളിയുടെ കൂടെ രണ്ടുപേരും വന്നിട്ട് അവരോട് ചോദിച്ചേ, അവരെ മുക്കി. അങ്ങനെ പറയരുത്, അവരുടെ കൂടെ ചോദിക്കണം. അല്ല അങ്ങനെയല്ല, നമ്മള് പിന്നെ അതില് മാറി വേറെ ഫീൽഡിലേക്ക് വന്നു. ക്യൂഎയിൽ വന്നു. ക്യൂഎയിൽ ഇപ്പം 6ാമത്തെ വർഷം ഈ ഒരു IT ഫീൽഡിൽ വന്നിട്ട്. അപ്പം സാറിന്റെ കൂടെ സാറ് വന്നു. ഇപ്പം സാറിന്റെ കൂടെ വന്നപ്പം സാറ് കുറെ പുതിയ പൊസിഷൻസ് വന്നു. അതെല്ലാം ഇപ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ അതിനുള്ള സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറെ പ്രോബ്ലംസ് വന്നു. അതാണ് നമ്മൾ 2-3 എപ്പിസോഡായിട്ട് നമ്മൾ വീഡിയോസ് ആയിട്ട് ഇട്ടോണ്ടിരിക്കുന്നത്. അടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നല്ലേ? അടിച്ചു പരത്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോ ചിലർക്ക് അത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. ഇപ്പം ഒരു എംപ്ലോയറും അല്ലെങ്കിൽ എംപ്ലോയീസിനും വേണ്ടുന്ന കാര്യങ്ങളെ നമ്മളത് വീഡിയോയിൽ പറയുന്നുള്ളൂ. കാര്യം നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു 2025 എന്താണ് IT ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നം, എന്താണ് എംപ്ലോയീസിന്റെ ഒരു ഇത്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി ഞാനൊരു ഇതിൽ കണ്ടത്, ഒരു ഫീച്ചർ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടേ, ഈ 2K കിഡ്സ് ഉണ്ടല്ലോ, ഇവരുടെ പറയുന്ന പേര് ജെൻസി. അപ്പൊ ഇവർക്ക് ആരും ഇവരെ ഭരിക്കാൻ ചെല്ലുന്നത് ഇഷ്ടമല്ല. ഇവരെ ആരും ഇത് ചെയ്യല്ലോ, അവരുടെ വഴിക്ക് വിടുക. അവരുടെ വഴിക്ക് വിട്ട് അവര് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഇടും. പക്ഷെ നമുക്ക് ഒരു IT ഇൻഡസ്ട്രി ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമുക്ക് കുറെ ഡെഡ് ലൈൻസ് ഉണ്ടാവും. ഡെഡ് ലൈൻസ് അതിനുള്ളിൽ തീർക്കേണ്ടി വരും, പല കാര്യങ്ങളും, പല വർക്ക്സും. കാര്യം നമ്മൾ ഒരു ക്ലയന്റിന് ഒരു സർവീസ് കൊടുക്കുകയാണ്. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു എംപ്ലോയീസിനെ ഇപ്പൊ ഹയർ ചെയ്ത് വെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് വിട്ട്, അല്ലെങ്കിൽ അവരെ ശരിയാണ്, അവരെ ഫ്രീ ആയിട്ട് വിട്ടാൽ ചിലപ്പോൾ അവർ ചെയ്തിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ജെൻസി കാലഘട്ടത്തിൽ ഒരു IT കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് കാലഘട്ടം ഒരു കാലഘട്ടമല്ലേ? സാറിന്റെ കാലഘട്ടത്തിലും ഇങ്ങനെ ജെൻസീസ് ഉണ്ടായിരുന്നു. എന്റെ കാലഘട്ടം അത്രയും പഴയതൊന്നുമല്ല. ഞാൻ ഉദ്ദേശിച്ചത് 1990s. സാറും 90s ആണെന്ന് എനിക്കറിയാം. ഞാൻ 90s അല്ല, ഞാൻ 80s ജനിച്ചതാണെങ്കിൽ 80s ആണെങ്കിൽ. പക്ഷെ അത് കണ്ട ഇല്ലല്ലേ? 2K എന്ന് പറയൂ.
2K അത്ര വരും. അല്ലല്ല, ഒരു 90s, ഒരു 90-91, ഒരു 90. അത്രേ സോപ്പിട്ട് മതി. വീഡിയോയിൽ ഇങ്ങനെ സോപ്പിട്ടല്ലേ? അടുത്തോടെ ഹൈക്ക് കിട്ടുമ്പോ ഇച്ചിരി കൂടി കുഴപ്പമില്ല. ഏജസ് ജെൻസി ആണോ? 97 മുതലല്ലേ? 7 മുതലാണെങ്കിൽ ഞാനും ജെൻസി. 97 മുതൽ ജെൻസി വെറുതെ പറയുന്നല്ലേ? അല്ല, എനിക്ക് 26 വയസ്സേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 2 വർഷം മുന്നേ. അല്ല, എന്തായാലും ഏജസ് ഈ ഒരു ജെൻസി കൾച്ചറിനോട് അഗ്രി ചെയ്യുന്ന ഒരാളാണോ? ജെൻസി കൾച്ചർ ഓക്കെ ആക്ച്വലി. അല്ല, ഇത് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഞാൻ ഒപ്പോസ് ഒരു ജെൻസി കിഡിനെ എന്തായാലും കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഷോയ്ക്ക് വേണ്ടിട്ട്. അപ്പൊ ശരിക്കും ഒരു നല്ലൊരു ഫൈറ്റ് ആവാം. അല്ല, ഞാൻ ഒപ്പോസ് ചെയ്തതല്ല, പക്ഷെ നമ്മുടെ ഒരു ആസ്പെക്ടിൽ പറഞ്ഞതാണ്. ഒരു IT ഇൻഡസ്ട്രിയിൽ ഇപ്പൊ നമ്മൾ ഒരാളെ എടുക്കുമ്പോൾ ഇപ്പൊ വരുന്ന എല്ലാ ജെൻസി കിഡാണ്. ഇപ്പൊ പാസ് ഔട്ട് ആയി വരുന്നവരെല്ലാവരും ഫ്രഷേഴ്സ് ആയിട്ട് എടുക്കുന്നവരൊക്കെ ജെൻസി കിഡ്സ് ആയിരിക്കും. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ ജീവിച്ചു വന്നവര്. കാര്യം സോഷ്യൽ മീഡിയന് ഇൻഫ്ലുവൻസും ഉണ്ട് വന്നവരാ. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഇപ്പം എന്റെ കാര്യത്തിൽ ഞാനൊക്കെ ഒരു +1 +2 ഒക്കെ ആകുമ്പോഴാണ് സോഷ്യൽ മീഡിയ. നേരത്തെ പറഞ്ഞ മീഡിയ ആയിരിക്കും. യൂട്യൂബ് അല്ലല്ല, അവര് പിന്നെ മറ്റേ ഓർക്കുട്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അത് പിന്നെ തിളച്ചിരിക്കും. ഓർക്കുട്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഫേസ്ബുക്ക് ഒക്കെ വരുന്നതിന് അത്രയ്ക്ക് പഴകുന്നുണ്ട്. അല്ല, ഞാനത് എന്റെ ചെറുപ്പകാലഘട്ടത്തിലെ കാര്യം പറഞ്ഞു. ചെറുപ്പകാലഘട്ടത്തില് ആ ഓർക്കുട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈമിലാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലേക്ക് എന്താണ് ഈ സംഭവം എന്താണ്. പക്ഷെ അത് ഇപ്പൊ എന്താ പറഞ്ഞാൽ മറ്റേ വീട്ടിൽ ഒരു നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കാണുന്നു, അത്രേ ഉള്ളൂ. മൊബൈലൊന്നും ഇല്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഇവര് വരുമ്പോഴേ ഇപ്പൊ സാറ് പറയുന്ന ഇപ്പൊ ജനിക്കുന്ന ഒരു കൊച്ചൊരു ചോറുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പോലും യൂട്യൂബോ മറ്റേ കാർട്ടൂണോ എന്തെങ്കിലും കാണിക്കണം. അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനല്ലല്ലോ ഇപ്പൊ പറയുന്നത്. അതെടുത്ത് റീലിടണമെന്നല്ലേ പറയുന്നത് ജനിക്കുന്ന കൊച്ചു തന്നെ. കുറച്ചുകൂടെ അഡ്വാൻസ് ആണ് ആയിക്കൊണ്ടിരിക്കുന്നു. 2030 ഒക്കെ ആകുമ്പോ അങ്ങനെ ആവും. ഇപ്പൊ ചിലപ്പോ മറ്റേ കൊച്ചു ജനിച്ചു 2030 ആവുന്നത് 2030 പഴയ തുടങ്ങിയെന്ന് പറയാലോ. ഇവിടെ ഏകദേശം അതിന്റെ ഒരു സ്ക്രാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ അവകാശമായി തുടങ്ങിയിട്ടുണ്ട്. അല്ല, അത് ഇപ്പൊ അങ്ങനെ ഒരു വരുന്ന ഒരു തലമുറ ഒരു ജെൻസി ഇപ്പൊ ജനിക്കുന്നതിന് മുമ്പ് പേരുമായി, ഇതേ അവിടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുമായി. ഇല്ല, ഇതിപ്പോ ഈ ജെൻസി എന്ന് പറയുമ്പോ ഇത് വേറെയും കുറെ സബ് ഇതുണ്ട്. ഈ സബ് മൊഡ്യൂൾസ് ഉണ്ട് ഈ ജെൻസിക്ക് തന്നെ. ആൽഫാന്നോ ബീറ്റാന്നോ അതിനുശേഷമുള്ള ജെൻ ആൽഫ എന്തോ അങ്ങനെ പല രീതിയിലുള്ള സംഭവം. എനിക്ക് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാല് ഈ ജെൻസി എന്ന് പറയുന്നത് ഇപ്പൊ ജനിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അമ്മാവന്മാരായിട്ട് വരും. ഇപ്പൊ ജനിക്കുന്ന ആളുടെ അമ്മാവനായിട്ട് വരും ഏകദേശം. അവരുടെ ജനറേഷൻ പോയി. ഇപ്പൊ 2000 സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അതിനെ പറ്റി നമുക്കൊരു എപ്പിസോഡ് എടുക്കാം. ഈ ജെൻ ആൽഫ അല്ലെങ്കിൽ ജെൻസി എന്താണെന്നുള്ളതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എപ്പിസോഡിലാക്കാം. പക്ഷെ ഈ ജെൻസി ആണ് ഇപ്പൊ എല്ലാവരും പേടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ജെൻ ആൽഫയെ പറ്റി ആരും കൺസേൺ ആവുന്നില്ല. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുണ്ടെങ്കിൽ നമ്മളെന്താ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഈ ജെൻസി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെ അതിജീവിക്കാം, അതാണ് ഇപ്പൊ ചിന്തിക്കേണ്ടത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ കുറച്ച് പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പൊ നമ്മളൊരു ഇത് കൊടുക്കാൻ പാടില്ല. ഇവരെ ആരെയും നമ്മള് ഒരു റിക്വസ്റ്റ് ചെയ്യണം. റിക്വസ്റ്റിംഗ് ഫോർമാറ്റ് ഇന്നൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യൂ. ഇപ്പൊ നമുക്ക് ആരെ ഇപ്പം ഇപ്പൊ നമുക്കൊരു എംപ്ലോയി നിൽക്കുമ്പോൾ നമുക്കൊരു വർക്ക് അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈനിൽ ഒരു വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇന്നൊരു വർക്ക് ഉണ്ട്, ഇന്ന ഇതിൽ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ ഇവർക്ക് ഇങ്ങനെ കൊടുക്കുന്നത് പോലും ഇഷ്ടമല്ലെന്നാണ് ആ ഒരു ഫീച്ചറിൽ പറഞ്ഞേക്കുന്നത്. ജെൻസി കാലഘട്ടത്തിൽ എങ്ങനെ ഒരു കമ്പനി നടത്തിക്കൊണ്ടു പോകാം. എനിക്ക് തോന്നുന്നു ഏതോ കമ്പനിയുടെ ഒരു നമ്മളത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അങ്ങനെ അവരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ നീഡ്സിനനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾക്ക് പ്രായമായി എന്നാണ്, ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കഴിഞ്ഞു എന്നാണ്. അപ്പൊ അതിനെയും ഓവർകം ചെയ്ത് നമ്മൾ അവരെക്കാളും യങ്ങായിട്ട് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്താൽ പറ്റത്തുള്ളൂ. അല്ല, അതിലേക്കാണ് ഞാൻ വന്നത്. അപ്പൊ എങ്ങനെ ഈ ഒരു ജെൻസി കാലഘട്ടത്തിന്റെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ആസ് എ CEO സാറും അല്ലെങ്കിൽ ആസ് എ മാനേജ്മെന്റ് ടീം നമുക്കും എങ്ങനെ ചേഞ്ച് ആകാം. ഞാൻ വിചാരിച്ച എല്ലാം കൂടെ എന്റെ തലയിൽ അതൊറ്റയ്ക്കിടില്ല, ഒരുമിച്ചുള്ള. അപ്പൊ എന്തൊക്കെയാണ് ഐഡിയാസ് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ, ഒരു മാനേജറായിട്ട് ജീവിക്കാൻ എന്തൊക്കെയാണ് ഐഡിയാസ് കണ്ടുവച്ചേക്കുന്നത്? ഐഡിയാസ് കണ്ടുവെക്കുന്ന വെച്ചാൽ ഇപ്പം
ഇപ്പൊ നമ്മളിപ്പോ എംപ്ലോയീസിന്റെ അടുത്ത് ഇപ്പം നിൽക്കുന്ന ഒരു ടീം, അപ്പൊ നമുക്കൊരു ടീം ഉണ്ടാവും. ടീമിൽ ഇപ്പം പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഈ ജെൻസി ഉണ്ടാവും, ജെൻ ആൽഫ ഉണ്ടാവില്ല, ഇങ്ങനെ പല ഇതുണ്ടാവും, പഴയ ആൾക്കാരുണ്ടാവും. ഇവരെ എല്ലാം ആസ് എ ഒരു മാനേജർ ഇവരെ എല്ലാം ഒറ്റ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പൊ പലരടുത്ത് പല രീതിയിൽ പെരുമാറേണ്ടി വരും. സ്വപ്നങ്ങളല്ലേ, നടക്കൂ, നടത്തിക്കണം. നമ്മളിപ്പോ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് നമ്മൾ ഒരു വരയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നടക്കുന്ന കാര്യമില്ല. പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ. എങ്ങനെ ഏജസ് എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിൽ 2-3 പിള്ളേരുണ്ടായിരുന്നു. സോ ഇനിവേ നമുക്കത് 2-3 പിള്ളേരുണ്ടെന്ന് പറയുന്ന പോലെയല്ലോ, അതിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ടാവും. ഇപ്പൊ ജെൻസി എന്ന് പറയുന്ന ഇപ്പൊ ഒരു ക്ലാസിഫിക്കേഷൻ ഇപ്പൊ ഒരു മോഡേൺ ടേമായിട്ട് ഇങ്ങനെ വിളിക്കുന്നു എന്നല്ലാതെ എല്ലാ കാലത്തും ഈ പറയുന്ന ഇതുപോലത്തെ ആൾക്കാരുണ്ട്. ഇപ്പം ഫ്രീക്ക് കളിച്ച് കിടക്കുന്നു പറയുന്നു. ഇപ്പൊ ഇവരാണ് ഏറ്റവും കൂടുതൽ എൻജോയ് എന്ന് പറയുന്നത്. ഇപ്പം റീസെന്റ് ആയിട്ട് കാണുന്ന റീൽസിലൊക്കെ ഇതൊക്കെ 70s-ലും 60s-ലൊന്നും വീഡിയോസിലെന്ന് പറയാം. ഇപ്പൊ 70s ഇറങ്ങിയ വീഡിയോസിലൊക്കെ കണ്ടാലും അല്ലെങ്കിൽ പഴയ പടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിനേക്കാളും അലമ്പ് കാണിച്ചു നടന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതിനേക്കാളും ഫ്രീക്കായിട്ട് നടന്ന ആൾക്കാരോ അന്നും ഉണ്ടായിരുന്നു. 80s-ലും ഉണ്ടായിരുന്നു, 90s-ലും ഉണ്ടായിരുന്നു, എല്ലാ കാലഘട്ടത്തിലും വരും. ഇതിപ്പോ അന്ന് സോഷ്യൽ മീഡിയ അത്ര വലിയ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. അന്നൊരു ലോക്കൽ ഇതാണ്, അതുകൊണ്ട് ഒന്നില് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കുമെന്നല്ലാതെ ഇന്നിപ്പോ ഒരു സോഷ്യൽ മീഡിയ ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബ്രോഡർ ആയപ്പം ഒരു പേരിൽ വന്നെന്നല്ലാതെ ഇത് പുതിയതായിട്ടൊന്നും വന്നേക്കുന്ന സംഭവമല്ല. പിള്ളേർ വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വാസം. ബിക്കോസ് മാനേജ് ചെയ്യാൻ പറ്റൂന്നല്ല, മാനേജ് ചെയ്തേ പറ്റൂ. അതിപ്പം ഒരു യൂഷ്വലി നമ്മള് എല്ലാ സമയത്തും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തുടക്കം മുതല് വന്നേക്കുന്ന പ്രശ്നങ്ങളുടെ നേച്ചർ ഇപ്പോഴും എനിക്ക് കണ്ടിട്ട് വലിയ വ്യത്യാസം തോന്നുന്നില്ല. അന്നും ഇന്നും ഈ പറയുന്ന പൊളിറ്റിക്സിന്റെ നേച്ചർ ആയാലും, അതായത് ഓഫീസ് പൊളിറ്റിക്സിന്റെ നേച്ചർ ആയാലും, അന്നും ഇന്നുമുള്ള ഈ പറഞ്ഞ റെസിസ്റ്റൻസ് ആയാലും എല്ലാം ഒരേ ടൈപ്പ് തന്നെ. ഒരു 20-ൽ ഒരാള് ഒരു 20 1:20 എന്നുള്ളൊരു റേഷ്യോയിൽ നോക്കിയാൽ മതി. കുറച്ച് ഏബിളായിട്ട് ഒരു സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ കാണുമെങ്കിൽ ബാക്കി 19 പേരും ഇതിനകത്തുനിന്ന് ഒരു ഗ്രാഫ് കുറവായിരിക്കും. ഫുള്ളി സീറോ ആയിരിക്കത്തില്ല, പല പല ലെവലിലായിരിക്കും. ഒരാൾ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ബാക്കി അതിനെ ഫോളോ ഇപ്പോൾ ഒരാൾക്ക് അത്യാവശ്യം കുറച്ച് സ്കിൽസ് ഉണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ കാണും. ഇതിലെങ്ങും തൊടാതെ നിൽക്കുന്ന കുറേ ആൾക്കാരും കാണും. എല്ലാവർക്കും സ്കിൽസ് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നമുക്കിപ്പം ഒരു ഇന്റർവ്യൂ പ്രോസസ്സൊക്കെ ചെയ്തെടുത്താലും ശരി, നമുക്ക് എങ്ങനെ പോയാലും ശരി ഈക്വലായിട്ടൊന്നും കൊണ്ടുവരാനും പറ്റത്തില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ എങ്ങനെ പോയാലും നല്ലപോലെ ഇമ്പ്രസ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ, നേരത്തെ ഉള്ള ഡിസ്കഷനിൽ പറഞ്ഞിരുന്ന പോലെ, ഇപ്പം ഈ നല്ല രീതിയിൽ അഭിനയിച്ച് നിന്ന് എല്ലാവരെയും ഇമ്പ്രസ് ചെയ്തിട്ട് ലാസ്റ്റ് ക്രൂക്കഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും കാണും. അപ്പം അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ ഈവൻ ഇന്റർവ്യൂവിൽ പോലും നല്ല രീതിയിലുള്ള പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നമുക്ക് കാലിബർ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതുപോലെ ചിലപ്പം ഈ പറഞ്ഞ ജലസി ഒക്കെ നമുക്കിപ്പം മെഷർ ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ നമുക്കിതൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ സെൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ പതുക്കെ ആയിരിക്കും ഈ പറയുന്ന ഇന്നറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറ്റുന്നത്, അപ്പം അവര് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ ഇൻഫെക്റ്റ് ചെയ്യും. ഇതേ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായി. പിന്നെ ഇപ്പം കോമൺലി കാണുന്നത് ഇപ്പം ജെൻസി സ്റ്റെയർ. അപ്പൊ മാനേജേഴ്സ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നു. ഇതിപ്പോ പണ്ട് ഇത്രയും ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ ഇല്ല. ഇപ്പൊ ഇങ്ങനൊരു ടേം വന്നു. ഇപ്പം ഒരു മേ ബി ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നൊന്ന് പോപ്പുലറായി. ഇപ്പം ഇത് അറിയാത്ത ഒരാൾ നോക്കുമ്പോൾ ഞാനും ജെൻസിയാണ്, അപ്പൊ ഞാനും തിരിച്ചിങ്ങനെ ഒന്ന് പ്രതികരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ഫീല് വരും. പക്ഷെ സോഷ്യൽ മീഡിയ ഇല്ലാത്തപ്പോഴോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര സ്പ്രെഡ് ആവില്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി, ഇവർക്കും ഈ പറയുന്ന പ്രായത്തിൻ്റെതായ ഒരു ഇമ്മച്യൂരിറ്റി കാണും. അതൊരു സമയം കഴിയുമ്പോഴത്തേക്കും അവർ അപ്ഗ്രേഡ് ആയിക്കോളും. പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ് കുറച്ച് ബാധ്യതയൊക്കെ ആകുമ്പോഴത്തേക്കും നാച്ചുറലി മാറിക്കോളും. അതെ, അന്നേരം 2K കിഡ്സ് ആവും. പിന്നത് കഴിഞ്ഞിട്ട് അതെല്ലാ ജനറേഷൻസിലും എല്ലാ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരുന്ന കാര്യം. അതായത് ഇങ്ങനെ സൈക്ലിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ പറയുന്ന അമ്മാവന്മാരെന്ന് പറയുന്നത് പണ്ട് അവര് കാണിക്കാത്ത തലമൊന്നും ഇല്ല. സാറും ഞാൻ അത്രയ്ക്ക് ആയിട്ടില്ല. സാറിന്റെ കാലഘട്ടത്തിലെ ഇതുണ്ട് അല്ല, ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് വരുന്നോണ്ടാണല്ലോ ഇപ്പൊ ഇത് വന്നേ.
ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ ചോദിച്ചത്. സാറ് അല്ല, വന്നപ്പോ ഈ ഒരു ഞാനും ചെയ്തിട്ടുള്ള ആളൊന്നും പിന്നെ ഇപ്പം ഇവിടെ ചില ആൾക്കാരൊന്നും ചെയ്ത് കാണാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. നമ്മളെല്ലാം ഓരോ അന്നത്തെ വലിയ ജൻസിയാണ്. അതെ. അല്ല, ഞാനിപ്പോ ചിലപ്പം ഇപ്പൊ ഇവരൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ഇങ്ങോട്ട് ചെയ്തേക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു കാലഘട്ടം. പക്ഷേ അതിനുവേണ്ടി റിഗ്രറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ അന്നും ഇന്നും പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കും. അതിപ്പം ഈ പറയുന്ന കമ്പനിയിലാവണമെന്നില്ല. ഞാൻ സ്കൂൾ ടൈം മുതൽ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പ്രതികരിക്കുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ റൂട്ടിലാക്കി എടുക്കുന്നു. പക്ഷെ ഒരു ന്യായമുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഫെയിൽ ആയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ മാനേജേഴ്സ് എല്ലാം ഈ ജൻസി അവരിപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വേറൊരു കമ്പനിയിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പൊ അയാളെ അത് കമ്പയർ ചെയ്യാൻ നോക്കും. ആ ഒരു കമ്പനി അങ്ങനെയല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്താണ് ഇങ്ങനെ